Hello everyone, welcome back to our YouTube channel School Diaries. ഇത് നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആനുവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷനാണ് നടത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ EVSും മാത്സും ഇതുപോലെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് സ്കൂളുകളിൽ നടന്നിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കണം നമുക്കും വരുന്നത് എന്നില്ല. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആക്ടിവിറ്റി 1 ഇതാണ്, ലിസൺ ആൻഡ് ആൻസർ. അപ്പോൾ ലിസൺ, ഹാവ് യു ലിസൺ ടു ദ സ്റ്റോറി. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തരും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ സ്റ്റോറി ഇതാ ഇവിടെയുണ്ട്. മനു ഹാഡ് എ ബ്യൂട്ടിഫുൾ റെഡ് കൈറ്റ്. It was a gift from his grandfather. One day he was flying his kite on the riverside. Suddenly the kite line broke. The wind took the kite far away. Oh no, my kite is gone, Manu cried. Manu searched the kite everywhere, but he couldn't find it. Manu became sad and tired. He sat on a rock near the river. Just then, he saw a red color in the water that looked like his kite. It's my kite's reflection. Manu looked up. He saw the kite on a tree nearby. It was stuck in the branches. But how can I get it? He wondered. Just then, Manu saw his friend Chinnu the crow. Chinnu, my kite is stuck on the tree. Can you help me? Manu asked. Of course, Chinnu smiled and said. Chinnu flew up and took the kite from the tree. Here is your kite, Chinnu said. Thank you, friend, Manu said happily. Manu was so happy to get his kite back. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, now read the questions given below and answer them. First question, Manu lost his kite because Manu lost his kite. നമ്മുടെ ആ ഒരു സ്റ്റോറിക്കകത്തുണ്ട് എന്തുകൊണ്ടാണ് അവൻ്റെ പട്ടം നഷ്ടപ്പെട്ടത്. ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് വായിച്ച് നോക്കുക, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കുക. സോ വാട്ട് ഈസ് ദ ആൻസർ? ആൻസർ ഈസ് ഓപ്ഷൻ എ, ദ കൈറ്റ് ലൈൻ വാസ് ബ്രോക്കൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, ഹൂ ഹെൽപ്ഡ് മനു ടു ഗെറ്റ് ഹിസ് കൈറ്റ് ബാക്ക്. ആരാണ് മനുവിനെ സഹായിച്ചത്, പട്ടം തിരിച്ചെടുക്കാൻ വേണ്ടി സഹായിച്ചത് ആരാണ്? ഇറ്റ്സ് ഹിസ് ഫ്രണ്ട് ചിന്നു ദ ക്രോ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് മനു ഫൈൻഡ് ഹിസ് കൈറ്റ്. എവിടെയാണ് കൈറ്റ് കണ്ടത്? എവിടെയാണ്? ഓൺ ദ ട്രീ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മനു സീ ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ എന്താണ് മനു കണ്ടത്? റിഫ്ലക്ഷൻ ഓഫ് ഹിസ് കൈറ്റ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അറ്റ് ദ എൻഡ് മനു വാസ് ഹാപ്പി ബിക്കോസ്. അപ്പോൾ കഥയുടെ അവസാനം മനു ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ടാണ്? He saw his kite on the tree. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 1. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം, റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. അപ്പോൾ ഒരു കഥ അവിടെ തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫാമേഴ്സ് ഗിഫ്റ്റ്. സ്റ്റോറിയുടെ പേരാണ് ഫാമേഴ്സ് ഗിഫ്റ്റ്. ദ കിങ് ഗിഫ്റ്റഡ് ദ ഫാമർ മെനി ഗോൾഡ് കോയിൻസ്. The farmer went home with the gold coins. He was very happy. His wife saw the gold coin and asked, "Where did you get all these coins from?" The farmer said, "The king gave me these coins. He liked my honesty." The farmer and his wife decided to share the coin with their friends and neighbors. Everyone was happy. "You are so kind," one of his neighbors said. The farmer smiled and said, "I am happy to share the coins." അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. കിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഫാമറിൻ്റെയും സ്റ്റോറി നമ്മുടെ യൂണിറ്റിൽ പഠിച്ചതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഈ ഒരു സ്റ്റോറി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ്, ഈ ആക്ടിവിറ്റി 2ലെ ക്വസ്റ്റ്യൻസ് ഈ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം, വാട്ട് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Who gave the gold coin to the farmer? ഫാർമറിന് ആരാണ് ഗോൾഡ് കോയിൻ കൊടുത്തിട്ടുള്ളത്? ആരാണ്? നമുക്കറിയാം, it is the king. It is the king. Then second question, pick out the word that means truthfulness. Pick out the
വേർഡ് ദാറ്റ് മീൻസ് ട്രൂത്ത്ഫുൾനെസ്. ട്രൂത്ത്ഫുൾനെസ് എന്ന അർത്ഥം വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് സ്റ്റോറിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്? ദാറ്റ് ഈസ് ഹോണസ്റ്റി. ദെൻ third question is, what did the farmer and his wife decided to do with the gold coins? അപ്പോൾ ഗോൾഡ് കോയിൻ വെച്ചിട്ട് ഫാമറും ഫാമറിൻ്റെ വൈഫും എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചത്? ആൻസർ ഈസ് എന്താ? ടു ഷെയർ ദം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് നൈബേഴ്സ്. അപ്പോൾ ഫ്രണ്ട്സിനും നൈബേഴ്സിനും കൊടുക്കാനാണ് തീരുമാനിച്ചത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, യു ആർ സോ കൈൻഡ്, ഹൂ സെഡ് ദാറ്റ്? യു ആർ സോ കൈൻഡ് എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് ഫാമേഴ്സ് നൈബർ. Then fifth question is, what did the farmer say when his neighbor praised him? അപ്പോൾ നൈബേഴ്സ് അവനെ ഫാമറിനെ പുകഴ്ത്തിയപ്പോൾ അല്ലേ, യു ആർ സോ കൈൻഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വാട്ട് ഡിഡ് ഹി ഫീൽ അല്ലേ, അല്ലെങ്കിൽ വാട്ട് ഡിഡ് ഹി സെഡ്, എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആൻസർ ഇസ്, ഐ ആം ഹാപ്പി ടു ഷെയർ ദ കോയിൻസ്. ഐ ആം വെരി ഹാപ്പി ടു ഷെയർ ദ കോയിൻസ് വിത്ത് യു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 2. ദെൻ ആക്ടിവിറ്റി 3ലേക്ക് പോവാം. കോൺവെർസേഷൻ ആണ് ആക്ടിവിറ്റി 3. ഡൊറോത്തി ആൻഡ് ഹെർ dog Toto have just arrived in the land of Oz after a big storm. Now they are visiting the Wizard of Oz to ask for his help for going back home. അപ്പോൾ ഡൊറോത്തിയും വിസാർഡ് ഓഫ് ഓസും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇത്. നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലേ. വിസാർഡും അതുപോലെ തന്നെ ഡൊറോത്തിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാൻ വേണ്ടി ആദ്യത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓസ് എന്താ പറയുന്നത്? വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി, യു സേവ് ദ മഞ്ച്കിൻസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അപ്പോൾ ഡൊറോത്തി എന്താ പറയുന്നത്? പ്ലീസ് ഹെൽപ്പ് അസ് ഗോ ബാക്ക് ടു അവർ വില്ലേജ്. അപ്പോൾ ഓസ് എന്താ വിസാർഡ് എന്താ പറയുന്നത്? വൈ ഡു യു വോണ്ട് ടു ലീവ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്? ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഡൊറോത്തി എന്താ പറയുന്നത്? വി ലൈക്ക് അവർ ഹോം ബെറ്റർ. ദെൻ വിസാർഡ്, ഓക്കെ ആസ് യു വിഷ് മൈ ഡിയർ ഡൊറോത്തി, താങ്ക് യു വിസാർഡ്. അപ്പം നമ്മുടെ പാഠഭാഗത്തുള്ള അതേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത അതേ സെൻറ്റൻസ് നമ്മൾ നന്നായിട്ട് കഥ അറിയെങ്കിൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. സ്ലോഗൻ എഴുതാനാണ്. നമുക്കറിയാമല്ലോ എന്താ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ, പോസ്റ്ററൊക്കെ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ലോഗൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ലോഗൻസ് മാത്രം എഴുതാനാണ് പറഞ്ഞത്. എന്താ ക്വസ്റ്റ്യൻ? എവറി ഇയർ 23rd April ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് ബുക്ക് ഡേ. ബുക്ക് ഡേ ആണ് April 23. അപ്പോൾ പ്രിപ്പയർ 2 സ്ലോഗൻസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബുക്സ് ആൻഡ് റീഡിങ്. ബുക്കിൻ്റെയും അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെയും ഇമ്പോർട്ടൻസ് കാണിക്കുന്ന 2 സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഫസ്റ്റ് ഈസ് റീഡ് ആൻഡ് ഗ്രോ. സെക്കൻഡ് വൺ ഈസ് books are the key to unlock your dreams. Books are the key to unlock your dreams. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി 4. ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഈസ് കംപ്ലീറ്റ് ദ സോങ്. ആഡ് മോർ ലൈൻസ് ആണ് 5th ആക്ടിവിറ്റി. ഡൊറോത്തി ആൻഡ് ടോട്ടോ വെർ ഫ്ലൈയിങ് ബാക്ക് ഹോം. ദേ വെർ വെരി ഹാപ്പി. ഡൊറോത്തി സ്റ്റാർട്ടഡ് ടു സിംഗ് എ സോങ്. ആഡ് ലൈൻസ് ടു ദ സോങ്. നോക്കാം, അവിടെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്താ? Over the hills we fly like planes, going back to see our place. We feel so happy, oh ha ha. Sing with us, la la la. ഇതിനടുത്ത 2 വരി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. ഒന്നുമില്ല, ഇത് വളരെ സിമ്പിളാണ്. ആദ്യത്തിൽ ഓവർ ദ ഹിൽസിന് പകരം നമ്മൾ വി ഫ്ലൈ ലൈക്ക് എ പ്ലെയിൻ, ആ ഒരു ഫസ്റ്റ് ലൈനിൽ മാത്രം ചേഞ്ചസ് വരുത്തി നമുക്ക് ഈ ഒരു പോയത്തിന് എത്ര ലൈൻ വേണമെങ്കിലും എഴുതാൻ വേണ്ടി പറ്റും. നോക്കാം. Over the houses we fly like birds, going back to see our place. We feel so happy, oh ha ha. Sing with us, la 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 la. ഓക്കെ, ഇനി അടുത്ത ഒരു സ്റ്റാൻസയും കൂടെ നമുക്കിതുപോലെ എഴുതാം. Over the trees we fly like jets, going back to see our place. We feel so happy, oh ha ha. Sing with us, la 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 la. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു പോയം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ലാസ്റ്റ് ആക്ടിവിറ്റി ഈസ് വെരി ഈസി ആൻഡ് സിമ്പിൾ അല്ലേ. നോക്ക്, കംപ്ലീറ്റ് ദ വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ജോബ്സ് ആൻഡ് ടൂൾസ്. അവിടെ ടൂൾസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ജോബ് ഏതാണെന്ന് പറയേ വേണ്ടൂ. ഫസ്റ്റ് വൺ എന്താ? ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താ? ടീച്ചർ. സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഇസ് കാർപ്പൻ്റർ. അവിടെ ഒരു ചേസലും ഹാമറാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡോക്ടർ. സ്റ്റെതസ്കോപ്പ് കൊടുത്തിട്ടുണ്ട്, ബ്രഷൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത്
പെയിൻറ്റർ, ദെൻ നെക്സ്റ്റ് ചൂലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് സ്വീപ്പർ, ദെൻ എ കാർ, ഇറ്റ് ഈസ് ഡ്രൈവർ. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസറും. എനിക്ക് തോന്നുന്നു ഈ ഒരു പരീക്ഷ കമ്പാരിറ്റീവ്ലി ഇതിനു മുമ്പേ ഉണ്ടായ പരീക്ഷകളൊക്കെ വളരെ സിമ്പിളാണ്. കൂടുതലായും ഈ ഒരു യൂണിറ്റിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ദൊറോത്തിയുടെ പാഠമൊക്കെയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക, എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.